ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ടൗണിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരെയുള്ള കാരേറ്റ്, കല്ലറ, പാങ്ങോട് ആ റൂട്ടിലെ മരുതമൺ സ്ഥലത്താണ്. ഷാമില ചേച്ചി എന്ന ഒരു ചേച്ചിയെ കാണുന്നതിനായിട്ട് ഇവിടെ വന്നത്. ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രോഗ്രാമാണ്. അവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നട്ടല് തളർന്ന് കിടപ്പിലാണ്. അപ്പോൾ നമുക്ക് ഷാമില ചേച്ചിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കാം. നമസ്കാരം ഷാമില ചേച്ചി. ഷാമില ചേച്ചിയുടെ ജീവിതത്തിൽ ഈ ദുരന്തം സംഭവിച്ചിട്ട് എത്ര വർഷമായി? ഇപ്പൊ ഈ വീൽ ചെയറിലിരുന്ന് ജീവിതം മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിപ്പോ എത്ര വർഷമായി ദുരന്തം സംഭവിച്ചിട്ട്? 25 വർഷമായി എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട്. എന്റെ പേര് ഷാമില. ഞാൻ മരുതമൺ, കല്ലറ മരുതമൺ അധ്യാപീസിനടുത്താണ് താമസിക്കുന്നത്. 25 വർഷമായി എനിക്ക് ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ് എന്ന രോഗം ബാധിച്ചിട്ട് നട്ടെല്ലിലെ ഞരമ്പിന്റെ ബ്ലഡ് ഓട്ടം നിലച്ച് കാലുകൾക്കുള്ള ചലനശേഷി മൊത്തത്തിൽ നഷ്ടപ്പെട്ട് 25 വർഷത്തോളം ആയി എനിക്ക് ഈ ദുരിതം സംഭവിച്ചിട്ട്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് CL മെഡിസിൻ റിഹാബിലേഷൻ സെന്റർ എന്ന ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിലാണ്. എല്ലാ മാസവും കൃത്യമായിട്ട് ചെക്കപ്പിന് പോകണം. പക്ഷെ എല്ലാ മാസവും പോകാൻ പറ്റുന്നില്ല. ഈ ദുരന്തം എങ്ങനെയാണ് ചേച്ചി സംഭവിച്ചത്? വീട്ടിൽ വെച്ച് ആണോ പുറത്ത് വെച്ചാണോ? എവിടെ വെച്ചാണ്? വീട്ടിൽ വെച്ചാണ് സംഭവിച്ചത്. എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. ഞാൻ ചോറ് വയ്ക്കാനായിട്ട് അടുക്കളയിൽ നിന്ന് വെള്ളം എടുത്ത് ഒരു കലത്തിൽ വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ചപ്പോഴത്തേക്കും മുതുഭാഗത്തായിട്ട് ഒരു ഉടക്ക് വീണ്. അതിനുശേഷം കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ശരീരം മൊത്തത്തിലൊരു വേദന വന്നു. ഈ ഒരു കാലം വെള്ളം എടുത്തത് കൊണ്ട് ഈ നട്ടല് തകരാറിലാവും, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ ഒരു കേട്ടുകേൾവി പോലും ഇല്ല. അപ്പൊ എന്താണ് ചേച്ചിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഞരമ്പിന്റെ പ്രശ്നം. നട്ടലിലെ തലച്ചോറിൽ നിന്ന് നട്ടലിലേക്ക് പോയിരിക്കുന്ന ഞരമ്പ് അരിഞ്ഞു പിടിച്ച് ബ്ലഡ് ഓട്ടം നിലച്ചതായിട്ടാണ് ഡോക്ടർമാർ ആശുപത്രി ചെന്നപ്പോ അതാണ് മനസ്സിലാക്കാറ്. അപ്പൊ ഈ കാലിലൊക്കെ ഇപ്പൊ 2 കാലിലും ഭയങ്കര, ഒരു കാലിൽ തന്നെ ഞാൻ കണ്ടതാണ് ഭയങ്കരമായിട്ടുള്ള നീര്, പിന്നെ വ്രണം വന്നതിന്റെ അതും ഇതിന്റെ ഭാഗമായിട്ട് വന്നു. ബ്ലഡ് ഓട്ടം നിലച്ച് കാലുകൾക്ക് പ്രവർത്തനം കുറവായതുകൊണ്ട് കാലുകളിലെ ബ്ലഡ് കുഴലുകൾക്ക് പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ടാണ് കാലിൽ നീര് വരികയും ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ കറുപ്പ് നിറം വരികയും ഇങ്ങനെ നീര് വന്ന് ഇതാവുകയും. ഇപ്പൊ ചികിത്സാ സംബന്ധമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ എന്തായാലും വലിയ ബുദ്ധിമുട്ടിലാണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളിവിടെ ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി എത്തിച്ചേരുന്നത് തന്നെ. ഇതറിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടിലിരിക്കുന്ന ഈ കുടുംബത്തിന് ഇനിയൊരു സാമ്പത്തിക സഹായം ഉണ്ടായാൽ മാത്രമേ ചികിത്സ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണോ വിശ്വസിക്കുന്നത്? ഇപ്പൊ തന്നെ 2 മാസത്തിലേറെയായി ട്രീറ്റ്മെന്റ് ചെക്കപ്പിന് പോയിട്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് വണ്ടിക്കൂലിക്കും യാത്ര ചെലവിനും പിന്നെ മെഡിസിനും ഒക്കെ പൈസ വേണം. അതില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ പോവാത്തത്. എന്റെ ഉമ്മയാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കണത്. എന്റെ വയ്യാതായ കാലം മുതൽ ഇപ്പോഴും എന്റെ എല്ലാ കാര്യങ്ങളും, എന്റെ മോന്റെ പഠിത്തം, എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്റെ ഉമ്മയാണ്. ഇപ്പം അവർക്കൊരു കട ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ട് ഇപ്പൊ ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഈ ട്രീറ്റ്മെന്റ് സംബന്ധമായിട്ട് പൈസ ഒരുപാട് ചെലവ് വരുന്നത് കൊണ്ടാണ് ആ കട പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിയത്. ഇപ്പൊ ഉമ്മയ്ക്ക് എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വരുമാനമൊന്നുമില്ല. ഉമ്മ ഇപ്പൊ എന്റെ ഉടപ്പുറന്നവന്റെ കടയിൽ കൂടി ചെന്നിരുന്ന് അവിടെ ഇരുന്ന് അവന് സഹായിച്ചു കൊടുക്കുമ്പോ അവൻ എന്തെങ്കിലും കൊടുക്കും. വാഹനം പാചകം ചെയ്ത് തരുന്നത് എല്ലാം ഉമ്മ തന്നെയാണ് കഴിച്ചോണ്ട്. അപ്പൊ സ്വന്തമായിട്ട് എണീറ്റ് നടക്കാനും ഒന്നിനും കഴിയാത്തൊരു സാഹചര്യം. ഈ കുടുംബജീവിതം ശരിക്കും പറഞ്ഞാൽ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടോ? അതേ ഈ ഒരു ദുരന്തം സംഭവിച്ചത് കാരണം അത് വലിയൊരു പരാജയത്തിലാണോ എത്തിയത്? അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ആദ്യം കല്യാണം കഴിച്ച ആള് 7 വർഷം ആയപ്പോഴത്തേക്കും ഉപേക്ഷിച്ചിട്ട് പോയി. അത് ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാതെ അറിയില്ല എന്താണെന്ന് അറിയില്ല. വേറെ സഹായമൊന്നും ഇപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. വേറെ പഞ്ചായത്ത് അങ്ങനെ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? വീട് സംബന്ധമായിട്ട് അങ്ങനെ എന്തെങ്കിലും? പഞ്ചായത്തിൽ നിന്ന് ഒരു പെയിന്റിങ്സിന് കിട്ടിയതാണ്. അപ്പൊ അത് വെച്ചിട്ടാണ് വീട് ഷീറ്റൊക്കെ അടിച്ചത്. അപ്പൊ നേരത്തെ വളരെ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. താവുകേട്ട കെട്ടിയ വീടായിരുന്നു. തറയൊക്കെ. മറ്റെന്തെങ്കിലും ചികിത്സാ സഹായമല്ലോ കിട്ടിയിട്ടുണ്ടോ ഇവിടെ നിന്ന്? അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വർഷത്തെ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങി ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവാനാണ് സാധ്യത. അപ്പൊ ഇനിയിപ്പോ സന്മനസ്സുള്ളവരുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് ഇത് റിക്കവറായി തിരിച്ചു വരാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം. അപ്പൊ അതിന് സർവശക്തനായ ദൈവം അള്ളാഹു
അനുഗ്രഹിക്കട്ടെ. അള്ളാഹു എന്ന് പറയുമ്പോൾ ഒരു ദൈവത്തെക്കുറിച്ചല്ല പറയുന്നത്, എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം താങ്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുകയാണ്. സന്മനസ്സുകളുടെ സഹായം, സുമനസ്സുകളായിട്ടുള്ള വ്യക്തികളുടെ സഹായം ഇതിലൂടെ കിട്ടുമെന്നുള്ള വിശ്വാസം ഉണ്ടോ? അതിന് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുമെന്നുള്ള വിശ്വാസമുണ്ട്. ചികിത്സാ സഹായം കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട്. ഒരിക്കലെങ്കിലും എന്നെ എണീപ്പിച്ച് നടക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഇതിനെല്ലാം അള്ളാഹു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുകയാണ്. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവരും എന്തെങ്കിലും സഹായം നിങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ട്. അത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് ഈ ട്രീറ്റ്മെന്റ് പൂർത്തീകരിക്കണം. ഒരിക്കലും കൂടി ഒന്ന് സ്വയം ഇറങ്ങി നടന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് ഓടിച്ചാടി നടക്കണമെന്നില്ല. സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വയമായിട്ട് ചെറിയ കാലുകൾ കൊണ്ട് എനിക്ക് സ്വയം ഒരിക്കൽ കൂടി നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. 20 വയസ്സ് വരെ ഓടിച്ചാടി നടന്ന് എനിക്ക് ഇങ്ങനെ ഒരു ദുർഗതി വന്ന് എനിക്ക് ട്രീറ്റ്മെന്റ് കൊണ്ട് കുറയുന്ന വിശ്വാസമുണ്ട്. നല്ലവനായ നിങ്ങളെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് കരകയറാൻ പറ്റും. സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് ഷാമില, തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങോട് കല്ലറയ്ക്ക് സമീപം മരുതമൺ സ്വദേശിനിയാണ്. ചോർന്നൊലിച്ച് താമസയോഗ്യമല്ലാതായിരുന്ന തന്റെ കൂരയെ പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെ പുതുക്കി പണിത് ഷീറ്റിട്ട് ഒരു കൊച്ചു വീട് പോലെയാക്കി അവിടെയാണ് താമസം. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിടി ജീവിത സ്വപ്നങ്ങളുമായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ഷാമില. എന്നാൽ മധുവിധു നാളുകൾ അവസാനിക്കും മുമ്പേ തന്റെ ജീവിത സ്വപ്നങ്ങൾ ഒരു ചീട്ടുകൊട്ടാരം കണക്കെ ഷാമിലയുടെ മുന്നിൽ തകർന്നടിയുകയായിരുന്നു. ഭർത്തൃഗൃഹത്തിൽ ഗൃഹജോലികൾക്കിടയിൽ വെച്ചുണ്ടായ ആകസ്മികമായ നടുവുളുക്കിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അറിയുന്നത് തലച്ചോറിൽ നിന്നും നട്ടലിലേക്കുള്ള പ്രധാന ഞരമ്പ് വലിഞ്ഞു മുറുകിയതിനെ തുടർന്ന് രക്തയോട്ടം പൂർണ്ണമായും നഷ്ടപ്പെട്ട് പ്രവർത്തനരഹിതമായി എന്ന കാര്യം. കാലുകളിലേക്കുള്ള രക്തയോട്ടം നഷ്ടപ്പെട്ട് നീര് വന്ന് വീർക്കുകയും തുടർന്ന് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെടുകയുമായിരുന്നു. 5 വർഷത്തോളം പൂർണ്ണമായും കിടപ്പായിരുന്നു. എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഇതിനിടയിൽ ഭർത്താവ് നിസ്സഹായനായി കൂട്ടുപിരിഞ്ഞു. ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥ. ഒന്ന് ആത്മഹത്യ ചെയ്യാനുള്ള ആഗ്രഹം പോലും തളർന്നു മരവിച്ചെഴുന്നേൽക്കാൻ കഴിയാത്ത ശരീരത്തിന് മുന്നിൽ മുട്ടുമടക്കി ഉള്ളവെല്ലാം വിറ്റുപറക്കി ചികിത്സ നടത്തി. ഒടുവിൽ എഴുന്നേറ്റ് വീൽ ചെയറിൽ ഇരിക്കുന്ന സ്ഥിതിയിലെത്തി. ഇപ്പോൾ 20 വർഷത്തോളമായി വീൽ ചെയറിലാണ് ഷാമിലയുടെ ജീവിതം. ഒരു കാലിന് സ്വാധീനക്കുറവുള്ള പ്രായമേറെയായ ഉമ്മയാണ് ഏക സഹായി. വിദ്യാർത്ഥിയായ ഒരു മകനും തന്റെ ഉമ്മയുടെ ഈ ദുർബുദ്ധി ഓർത്ത് നിത്യവും വിലപിക്കുന്നു. ഒരാൾക്കൊരാപത്ത് വരുമ്പോൾ ജാതിയും മതവും ഒന്നും നോക്കാതെ തങ്ങളുടെ കൂടപ്പിറപ്പിനെ പോലെ കൈയയിച്ച് സഹായിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ലോകമെമ്പാടുമുള്ള ഓരോ മലയാളിയും തങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സ്നേഹസഹായം എങ്കിലും ഷാമില എന്ന ഈ സഹോദരിയുടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫോൺ പേ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഈ വിവരണങ്ങൾക്കൊടുവിൽ കാണിക്കുന്ന ഷാമിലയുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്കോ നൽകി ഈ സഹോദരിയുടെ തുടർ ചികിത്സ സാധ്യമാക്കി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണമെന്ന് CK മിഷൻ വിനയാദരങ്ങളോടെ അഭ്യർത്ഥിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് രമ. ഞാൻ ഷാമിനേര ഏൽക്കാറിയാണ്. 25 വർഷം കൊണ്ട് ആ കൊച്ച് ഇതേപോലെ കഴിയാണ്. അത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ കടക്കാരമെല്ലാം പിന്നെ പണയപ്പെടുത്തിയൊക്കെയാണ് അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്നത്. ഇനി അതിന് യാതൊരു നിവർത്തിയില്ല. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്ന് സഹായിക്കണമെന്ന്. എൻ്റെ മകളാണ് ഷാമില വിജി. അവൾക്ക് 25 വർഷമായി. 26 ദിവസം തളർന്നു കിടപ്പായിട്ട് എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. നാട്ടുകാരുടെ സഹായം കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം. എൻ്റെ കുട്ടിയുടെ ചികിത്സ തുടർന്ന് പോവാൻ ഞങ്ങൾക്ക് ഇനി നാട്ടുകാരുടെ സഹായമേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഷാമില ചേച്ചിയുടെ അവസ്ഥ.
അപ്പോൾ ഈ പ്രോഗ്രാം CK വിഷനിലൂടെ വീക്ഷിക്കുന്ന ഓരോരുത്തരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ ചികിത്സാ ചെലവിനായി ഒരു വലിയ തുകയുടെ ആവശ്യമുണ്ട്. സാമ്പത്തികമായി അവരെ മനസ്സാക്ഷിയുള്ളവരാരായിരുന്നാലും ഈ പ്രോഗ്രാം കാണുന്നവർ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. CK വിഷന് വേണ്ടി എല്ലാവർക്കും വേണ്ടി, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല പ്രോഗ്രാംസാണ് CK വിഷനിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രോഗ്രാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വേറെ ഒന്നും തന്നെയില്ല. അപ്പോൾ ഇത്തരം പരിപാടികളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി.